ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്നിപ്പം 13 ഓഗസ്റ്റ് ഇന്നിപ്പം നിഫ്റ്റി ലെവൽസ് ഞാൻ കാണുന്നത് 24,700, 24,450 ഹോവർ ചെയ്യാനാണ് സാധ്യത. പിന്നെ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. കാരണം മാർക്കറ്റ് ഈസ് സ്റ്റിൽ എ സെൽ ഓൺ റൈസ് മാർക്കറ്റാണ് ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ ഇന്ത്യ US ട്രേഡ് ടോക്സ് ഒന്നും എവിടെ എത്തിയിട്ടില്ല എന്നാണ് ന്യൂസ് വായിക്കുന്നത് ഞാൻ. കാരണം ഇന്നിപ്പം US ട്രഷറിൻ്റെ ആൾ പേര് ബസന്നാന്ന് കണ്ടത് ഞാൻ. ആൾ പറഞ്ഞത് ഇന്ത്യ ഹാസ് ബിൻ റീകാൽസിട്രൻറ്റ് ഇൻ ട്രേഡ് ടോക്സ് എന്നതാണ്. റീകാൽസിട്രൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യക്കാർ വളരെ തികച്ചും റെസ്പോൺസിബിൾ ഇല്ലാണ്ട് ധിക്കാരപരമായിട്ടാണ് ഈ ട്രേഡ് ടോക്സിന് അമേരിക്കയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ദി ആർ ക്വയറ്റ് അൺഹാപ്പി. സോ അത് ഇന്ത്യ എങ്ങനെ എടുക്കുന്നുള്ള കാര്യം ഇന്ത്യ ഗവൺമെൻറ്റിന് വരാൻ പോകുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് ട്രേഡ് ടോക്ക് പ്രൊസീഡ് ചെയ്യുന്ന കാര്യം എന്ന് മനസ്സിലാക്കണം. കാരണം നമ്മൾ പല ആൾക്കാരും ഇവിടെ ഇരുന്നിട്ട് ഈ ട്രേഡ് ടോക്സിനും നാഷണാലിറ്റിയും ദേശഭക്തിയും ദേശസ്നേഹവും എല്ലാം പറയുന്നുണ്ട്. പക്ഷേ തിങ് ഈസ് ദാറ്റ് ഇന്നും ഇന്ത്യയിൽ ജീവിക്കുന്ന മോസ്റ്റ് ഓഫ് ദി മിഡിൽ ക്ലാസ് പാരൻസിനോട് ചോദിച്ചാലും പറയും എൻ്റെ മകന് ഗ്രീൻ കാർഡ് കിട്ടണം, എൻ്റെ മകന് അമേരിക്കൻ പാസ്പോർട്ട് കിട്ടണം. ഈ ഒരു ആഗ്രഹമാണ് എല്ലാ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് പാരൻസിനും. അവരുടെ കുട്ടികൾ ഈ NITയോ അല്ലെങ്കിൽ IIT പോലെ പല സ്ഥാപനങ്ങളും പഠിക്കുന്ന കുട്ടികളെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു അമേരിക്കൻ പാസ്പോർട്ട് കിട്ടണം എന്നുള്ള ഒരു ഡിസയറാണ്, അവരുടെ ലൈഫ് ഡിസയറാണ്. അതാണ് ആൾക്കാർ, ഇന്ത്യക്കാർ മാത്രമല്ല ലോകത്തിലുള്ള പല കൺട്രിയിലെ ആൾക്കാരും അതുപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ കാണുന്ന സ്യൂഡോ നാഷണാലിസം, സ്യൂഡോ പാട്രിയോട്ടിസവും ഈ പല ആൾക്കാരും പറയുന്നതിലൊന്നും എനിക്ക് യാതൊരു വിശ്വാസം കാണുന്നില്ല. എനിവേ ഈ മൈഗ്രേഷനും ട്രേഡും രണ്ടായിട്ട് നമ്മൾ കാണണം. മൈഗ്രേഷൻ എന്ന് വെച്ചാൽ ദ മൂവ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ട്രേഡ് എന്ന് വെച്ചാൽ മൂവ്മെൻറ്റ് ഓഫ് ദി ഗുഡ്സ് ആണ്. സോ ഈ ഇമിഗ്രേഷൻ റേസസ് അതിനൊരു കോംപ്ലക്സ് ഇഷ്യൂസ് ഉണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഇന്ത്യക്കാർ പല കൺട്രിയിലും ഡേർട്ടി ഇന്ത്യൻസ്, യു ഗോ ബാക്ക്, വി ഡോണ്ട് വാണ്ട് ഇന്ത്യൻസ് ഹിയർ എന്നൊക്കെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ വെൻ യു ആർ ഇൻ റോം യു ഹാവ് ടു ഡു വാട്ട് റോമൻസ് ഡു എന്ന് പണ്ടാരോ പറഞ്ഞു. അതുപോലെ നമ്മളെ ഇന്ത്യക്കാർ ഒരു പുതിയൊരു രാജ്യത്തെത്തിക്കഴിഞ്ഞാൽ ആ രാജ്യത്തെ നാഷണൽ ഐഡൻറ്റിറ്റിയും കൾച്ചറിന് റെസ്പെക്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കണം. അത് നമ്മളെ കുട്ടികളോട് പറയണം. നിങ്ങളൊരു UAE പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അറബ് കൾച്ചർ എന്നോ അറബ് ഐഡൻറ്റിറ്റി എന്നോ എന്താണെന്നോ അത് വളരെ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെയാണ് മറ്റുള്ള അമേരിക്കയിലും അയർലൻഡും അവിടെ എത്തിക്കഴിഞ്ഞാൽ. ഇതുകൊണ്ടാണ് ഇപ്പം മിക്കവാറും ഇന്ത്യക്കാരും പോയ സ്ഥലങ്ങളിലൊക്കെ അവിടെ അവർ ഇന്ത്യൻസിൻ്റെ കൾച്ചറും ഐഡൻറ്റിറ്റിയും കാണിക്കുന്ന സമയത്ത് അവരുടെ രാജ്യത്തെ നാഷണൽ ഐഡൻറ്റിറ്റിയും കൾച്ചറും ഇല്ലാതായിപ്പോന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ ഡിബൈറ്റബിൾ തിങ്സ് അതാണ് വലിയൊരു പ്രശ്നം. പിന്നെ മൈഗ്രേഷൻ എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് വളരെ ബുദ്ധിയുള്ള ആൾക്കാരാണ് പോയിക്കൊണ്ടിരുന്നത്. അത് ബ്രെയിൻ ട്രെയിൻ എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ മീഡിയ കുറേ ആൾക്കാരാണ് എല്ലാം പോകുന്നത്. എനിവേ താങ്ക് യു വെരി മച്ച് ഫോർ